ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഷുഗർ വാക്സ് ഉണ്ടാക്കിയാലോ. ഷുഗർ വാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ നാരങ്ങയുടെ ജ്യൂസ് അതിലേക്ക് ഒഴിക്കാനായിട്ട്. പക്ഷേങ്കിൽ ഞാൻ കുരു കളയാതെയാണ് ഒഴിച്ചത്. ലാസ്റ്റ് നമുക്ക് കുരു എടുത്ത് കളയാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നാരങ്ങയുടെ ഇത് പിഴിഞ്ഞ് ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ആ കുരു എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഫുള്ള് ആ പാത്രത്തിൽ ഫുള്ള് പതയാണ് കാണേണ്ടത്. അങ്ങനെ പതഞ്ഞ് ആ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ വസ്തിയിലോ ഗ്ലാസിൻ്റെ ചില്ല് പാത്രത്തിലോ വല്ലതോ ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് പോകും. അപ്പം നമുക്കിങ്ങനെ സ്പൂണിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് ഒഴുകി പോകുന്ന പരുവമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്പൂണിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന, താഴത്തേക്ക് പോകാത്ത ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ നൂല് പോലെ വരണം. അപ്പം നമുക്ക് മൂക്കിൻ്റെ താഴെ ചെറിയ പൊടി മീശ പോലെയൊക്കെ ചില ഗേൾസിനൊക്കെ കാണും. അപ്പം നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് പൗഡറൊന്ന്, നിങ്ങളുടെ കയ്യിൽ എന്ത് പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ പൗഡറൊന്ന് മൂക്കിൻ്റെ ചുണ്ടിൻ്റെ മുകളിൽ മൂക്കിന് താഴെയായിട്ട് ഒന്ന് നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് അതിലോട്ട് നമുക്ക് ഈ ഷുഗർ വാക്സ്, നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഷുഗർ വാക്സ് അതിലേക്ക് ഒട്ടിച്ചിട്ട്, അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ തുണി നേരെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് രോമമുള്ളതിൻ്റെ എതിർവശത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാതെ ചെറിയ ചൂടൊന്നും മാറ്റണം കേട്ടോ. ചൂടിപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്കും ചൂട് മാറ്റാഞ്ഞതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. അപ്പോൾ ചൂട് ഇല്ലാതെ നമ്മളൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഷുഗറിൻ്റെ നമ്മുടെ വാക്സ്, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വാക്സ് ഒട്ടിച്ച് അതിൻ്റെ മേളിലോട്ടൊരു തുണി വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിച്ചിട്ട് തുണിയോടുകൂടെ വലിച്ച് അങ്ങനെ എടുക്കാം. തുണിയിലൊട്ടിച്ചാണെങ്കിൽ അങ്ങനെ എടുക്കാം. തുണിയിലൊട്ടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ച് പതിയെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ എതിർവശത്തോട്ട് ഒന്ന് പെട്ടെന്ന് വലിച്ചെടുക്കണം. പെട്ടെന്ന് കുറച്ച് ചെറുതായിട്ട്, വേദന എടുക്കുമെന്ന് വെച്ചാൽ വലിയ വേദനയൊന്നുമില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് എടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ചെറിയ തരി പോലെ ചെറിയ ഇത് നമ്മുടെ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്കതിൽ കാണാൻ പറ്റത്തില്ല, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെത് ചെറിയതായിട്ടുള്ളത് ഒക്കെ പോയി, അവിടെ നല്ല സോഫ്റ്റായി, പിന്നെ രോമമൊക്കെ പോയി ക്ലിയറായി. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 തവണ അത് വെച്ച് തന്നെ ചെയ്യാം. അതൊന്ന് സെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമെങ്കിലും ഇത് തന്നെ സെയിം പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരമാണ്, വായിലൊക്കെ പോയി ഗൈസ്. അപ്പോൾ എന്താ നമുക്ക് പിന്നെ ഇവിടെ ചിലർക്ക് ചില താടിയുടെ അവിടെ ചെറുതായിട്ടൊക്കെ കാണും. അപ്പോൾ എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഷുഗർ വാക്സിൻ നമുക്ക് ഉപയോഗിക്കാം. കയ്യിൽ അതേപോലെ കൈയുടേത് ഇച്ചിരി പാടാണ് വെച്ചാൽ ഒത്തിരി പിന്നെ ഹെയർ ഉള്ളവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എനിക്ക് കുഞ്ഞു ഇത് ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് 2-3 പ്രാവശ്യം എൻ്റെ മൂക്കിൻ്റെ താഴത്ത് ഞാൻ ഇങ്ങനെ ഇതേപോലെ തന്നെ വെച്ചു, അത് വലിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നു കേട്ടോ. ഞാൻ ദിവസം ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഞാനത് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ അവിടെ സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.